ഹലോ, വെൽക്കം ബാക്ക് ടു എവറി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസസ്മെന്റിനെ കുറിച്ചാണ്. അസസ്മെന്റ് എന്ന് പറയുമ്പോൾ അറിയാം, നമുക്ക് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതായത് അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് അസസ്മെന്റ്. നമ്മൾ കുഞ്ഞുങ്ങളുടെ നോളജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡൊക്കെ അസസ് ചെയ്യും. അതിനിപ്പോൾ എക്സാം തന്നെ നടത്തണമെന്നൊന്നുമില്ല. അത് ഒബ്സർവേഷനിലൂടെ ആകാം, ഡേറ്റ കളക്ഷനിലൂടെ ആകാം, ടെസ്റ്റ് ഒന്നും നടത്തണമെന്ന് നിർബന്ധമില്ല. നല്ല ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും, നമുക്ക് പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നു, നമ്മുടെ ടീച്ചിങ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നമ്മുടെ ടീച്ചിങ് ഔട്ട്കംസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് അസസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസസ്മെന്റ് നേച്ചർ എന്ന് പറയുന്നത് പല സോഴ്സിൽ നിന്നാണ്, എക്സാം എന്ന് മാത്രമല്ല, പല സോഴ്സിൽ നിന്നാണ് നമുക്ക് ഇത് കിട്ടുന്നത്. സ്റ്റുഡൻറ് റെസ്പോൺസസ് ആണ് നമ്മൾ കൂടുതലും കളക്ട് ചെയ്യാറുള്ളത്. ഇതിന് ഒബ്ജക്റ്റീവ് ഉണ്ട്, അതുപോലെ ഇത് റിലയബിൾ ആണ്. റിയൽ വേൾഡ് കണക്റ്റഡ് ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് അസസ്മെന്റ് നടത്താം. ടീച്ചറാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്, എന്താണ് അസസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അസസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ടീച്ചറിനും സ്റ്റുഡൻറ്റിനും പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് രണ്ടുപേർക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ അസസ്മെന്റ് പർപ്പസ് എന്ന് പറയുന്നത് ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതുപോലെ മോട്ടിവേഷൻ കൂട്ടാൻ പറ്റും, നമുക്ക് ടീച്ചറിന്റെ തീരുമാനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ്, കുട്ടികളുടെ നീഡ്സ് ഇൻട്രസ്റ്റും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പ്രോഗ്രസ്സിനെ കുറിച്ച് കൂടുതൽ പ്ലാൻ ചെയ്യാൻ പറ്റും, ലേണിങ്ങിനെ നമുക്ക് കൺസോളിഡേറ്റ് ചെയ്തെടുക്കാൻ പറ്റും സ്റ്റാർട്ടിങ് ടു എൻഡിങ്, കൊളാബറേഷൻസ് എനേബിൾ ചെയ്യാൻ പറ്റും, പ്രോഗ്രസ് ചെയ്യാൻ പറ്റും, നമുക്ക് കുട്ടിയുടെ പ്രോഗ്രസ്സിനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, ക്ലാസ്സിൽ കുട്ടിയുടെ അച്ചീവ്മെന്റിനെ ഓവർവ്യൂ ചെയ്തെടുക്കാൻ പറ്റും സ്റ്റാർട്ടിങ് ടു എൻഡിങ്, ലേണിംഗ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും, അതുപോലെ ഡെവലപ്മെന്റൽ കൺസേൺസ് നേരത്തെ കുട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ അസസ്മെന്റ് ഇവാലുവേഷൻ നമ്മളെ വ്യത്യാസം എന്ന് വെച്ചാൽ, അസസ്മെന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഒബ്സർവേഷനും ആകാം, മെഷർമെന്റ് ആകാം. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എവിഡൻസ് ഓഫ് ബിഹേവിയർ ചേഞ്ച് ഓവർ ടൈം. ഒരു വലിയ അളവിൽ, അതായത് ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് എൻഡിങ് എത്തുമ്പോഴുള്ള ബിഹേവിയർ ചേഞ്ച് മനസ്സിലാക്കാനാണ് ഇവാലുവേഷൻ യൂസ് ചെയ്യുന്നത്. അറ്റ് ദ എൻഡ് ആയിരിക്കും നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. എൻഡ് ഓഫ് എ ടേം ആകാം, അല്ലെങ്കിൽ എൻഡ് ഓഫ് എൻ ഇയർ ആകാം. ഇനി അസസ്മെന്റ് കണ്ടിന്യൂസും അതുപോലെ ഇവാലുവേഷൻ ഫൈനലുമാണ്. അസസ്മെന്റ് എന്ന് പറയുന്നത് എൻ്റെ നേച്ചർ ഫോർമേറ്റീവ് ആണ്, ഇവാലുവേഷൻ്റെ നേച്ചർ സമ്മേറ്റീവ് ആണ്. അസസ്മെന്റിന്റെ ഫോക്കസ് പ്രോസസ്സിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇവാലുവേഷന്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓറിയന്റഡ് ആണ്. ഒരു കുട്ടിയുടെ ഫൈനൽ പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അസസ്മെന്റ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇമ്പ്രൂവ്മെന്റ് വേണ്ടത്, എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അതാണ് അസസ്മെന്റ് ഔട്ട്കം എന്ന് പറയാൻ കണ്ടെത്തുകയാണ്. ഇവാലുവേഷന്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ കുട്ടി എന്ത് നേടിയെടുത്തു, അതാണ് ഇവാലുവേഷൻ കൊണ്ട് അതിന്റെ ഇവാലുവേഷന്റെ ഔട്ട്കം എന്ന് പറയുന്നത്. ഫൗണ്ടേഷണൽ സ്റ്റേജ് അസസ്മെന്റ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബേർഡൻ ഓൺ ചൈൽഡ്, കുട്ടിക്ക് ഇത് ബേർഡൻ ആകാൻ പാടില്ല, ഫൗണ്ടേഷണൽ സ്റ്റേജ് എസ്പെഷ്യലി. അതുപോലെ ഫോർമൽ എക്സാംസ് ഒന്നും വേണ്ട, റിലയബിൾ ആയിരിക്കണം അസസ്മെന്റ്. പക്ഷെ എക്സാം ഇല്ലെങ്കിലും റിലയബിൾ ആയിരിക്കണം. ഓരോ ലേണേഴ്സിന് അവരുടെ ഡിഫറൻസ് അനുസരിച്ചുള്ള അസസ്മെന്റ് വേണം പ്ലാൻ ചെയ്യാൻ. അതുപോലെ റെക്കോർഡ് എല്ലാം, ഡോക്യുമെന്റ്സ് എല്ലാം കീപ്പ് ചെയ്യണം. അസസ്മെന്റിന്റെ ടീച്ചേഴ്സാണ് ഏത് ടൂള് യൂസ് ചെയ്യണമെന്നും എത്ര ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യണമെന്നും തീരുമാനിക്കുന്നത്. ഫൗണ്ടേഷൻ സ്റ്റേജിൽ ഉപയോഗിക്കേണ്ട മെത്തേഡുകളും ടൂളുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. മെത്തേഡ്സ് ഒബ്സർവേഷൻ മെത്തേഡാണ്. അതുപോലെ ചൈൽഡ്സ് ആർട്ടിഫാക്ട്സിനെ അനലൈസ് ചെയ്യാം, കുട്ടികൾ ഉണ്ടാക്കേണ്ട കാര്യങ്ങളെ അനലൈസ് ചെയ്യാം. ഒബ്സർവേഷൻ ചെയ്യേണ്ടത് എന്താണ് ഒബ്സർവ് ചെയ്യേണ്ടതെന്ന് ആദ്യം പ്ലാൻ ചെയ്യണം. അതായത് അത് ഒബ്സർവ് ചെയ്യുന്നതിന്റെ എവിഡൻസ് സൂക്ഷിച്ച് വെക്കണം. അത് അസസ്മെന്റിന് റിഫ്ലക്ട് ചെയ്യാൻ വേണം. ഒബ്സർവ് ചെയ്യേണ്ടത് മെയിനായിട്ട് സ്റ്റോറി ടെല്ലിംഗ് എൻഗേജ്മെന്റ്, അവരുടെ സ്റ്റോറി ടെല്ലിംഗ് എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ്, ഗൈഡഡ് കോൺവെർസേഷൻ ആൻഡ് ഗൈഡഡ് ലിസണിങ് ആക്ടിവിറ്റീസ്, പ്ലേ, പ്രോബ്ലം സോൾവിങ്, മോട്ടോർ, ഇമോഷൻസ്. അതായത് പ്ലേയും കൂടെ ഒബ്സർവ് ചെയ്യുക. അതുപോലെ പ്രോബ്ലം സോൾവിങ്, മോട്ടോർ സ്കിൽസ് ചെയ്യുന്നത് ഒബ്സർവ് ചെയ്യണം, ഇമോഷൻസ് ഒബ്സർവ് ചെയ്യണം. പിന്നെ ടൂൾസ് എന്ന് പറയുന്നത്, നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അനക്ഡോട്ടൽ റെക്കോർഡ്സ് ഫോം ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഇവന്റ്സും നറേറ്റ് ചെയ്യണം. പിന്നെ ചെക്ക് ലിസ്റ്റുകളുണ്ട്, കുട്ടി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ ലേണിംഗ് ഔട്ട്കംസ് മീറ്റ് ചെയ്തു ഇല്ലയോ എന്നുള്ളത് ചെക്ക് ലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം.
അസസ്മെന്റ് ടൂൾസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൽ 6 ടൂൾസ് ആണ് മെയിനായിട്ട് വരുന്നത്. റൈറ്റിംഗ് സ്കെയിൽസ്, ഫോട്ടോസ് ഓർ വീഡിയോസ്, ഇവന്റ് സാമ്പിളിംഗ്, ആർട്ടിഫാക്ട്സ്, വർക്ക് ഫോൾഡേഴ്സ് ഓർ പോർട്ട്ഫോളിയോസ്, പിന്നെ വർക്ക് ഷീറ്റ്സ്. റൈറ്റിംഗ് സ്കെയിൽസ് എന്താ നമുക്കറിയാം, ഒരു ഡിഗ്രി ഓഫ് സ്കെയിൽസ് ഉണ്ടായിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, ആവറേജ്, അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ്, ഡിസാറ്റിസ്ഫൈഡ്, അങ്ങനെ ഉള്ള സ്കെയിൽസ് വരുന്ന റൈറ്റിംഗ് സ്കെയിൽസ് എന്നാണ് നമ്മൾ പറയുന്നത്. യെസ് ഓർ നോ ചെക്ക് ലിസ്റ്റും വരാം, അതും റൈറ്റിംഗ് സ്കെയിൽ തന്നെയാണ്. പിന്നെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് നമുക്കറിയാം, അത് കുട്ടിയുടെ പ്രോഗ്രസ്, അതുപോലെ പ്രോഗ്രാമിൽ കുട്ടി എഫക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെയൊക്കെ ഫോട്ടോസ് എടുക്കുക, വിഷ്വൽ പ്രൂഫ് എടുക്കുക. അത് കുട്ടിക്ക് മോട്ടിവേഷനും കോൺഫിഡൻസും ഒക്കെ, അതുപോലെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഉപകരിക്കും. പിന്നെ ഇവന്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ അനക്ഡോട്ടൽ ഒരു എക്സാമ്പിളാണ്, ചെക്ക് ലിസ്റ്റുകൾ എക്സാമ്പിളാണ്. ഡീറ്റെയിൽഡ് ബിഹേവിയർ നമ്മൾ എഴുതി വെക്കുന്നതിനെയാണ് അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു ഇവന്റിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എഴുതേണ്ടത്. ഇംപ്രഷൻ പോലുള്ള ഇഷ്യൂസിനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. ആർട്ടിഫാക്ട് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ വർക്കാണ്, അതെന്തും ആവാം. അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്, കുട്ടിയുടെ സ്ട്രെങ്ത്, എബിലിറ്റീസ്, വീക്ക്നെസ് എല്ലാം അറിയാൻ പറ്റും. പിന്നെ വർക്ക് ഫോൾഡർ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ, എല്ലാ ഒരു വർഷത്തെ ഫുള്ള് വർക്കുകളും ഫോട്ടോസ്, വീഡിയോസ്, ഷോസ് എല്ലാം കൂടെ കളക്ഷൻ ആക്കി വെക്കുന്നതിനാണ് വർക്ക് ഫോൾഡർ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഒരു വർഷത്തെ ഫുള്ള് പ്രോഗ്രസും ഔട്ട്കംസും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും, പാരൻസോട് ഷെയർ ചെയ്യാൻ പറ്റും. വർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ റെസ്പോൺസസ് അസസ് ചെയ്യാനാണ് വർക്ക് ഷീറ്റ്. ലിറ്ററസി ആവാം, ന്യൂമറസി ആവാം, EVS ആവാം, എല്ലാ ഫൗണ്ടേഷൻ സ്കിൽസ് അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു അനലൈസിങ് എവിഡൻസസ് എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്, അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, ആവശ്യമില്ല നമുക്ക്. ഇനി ഡോക്യുമെന്റിങ് ആൻഡ് HPC, ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ്, ഇത് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡോക്യുമെന്റിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, അത് ഓരോ തവണ നടന്നുകൊണ്ടിരിക്കുന്ന അസസ്മെന്റുകൾ ഡോക്യുമെന്റ് ചെയ്യണം. അതിനെ പീരിയോഡിക്കലി സമ്മറൈസ് ചെയ്യാൻ വേണം. അതായത് ടേം, മിഡ് ടേം, അങ്ങനെ സമ്മറൈസ് ചെയ്യുക. ഈ ഓരോ കുട്ടിയുടെയും ഒരു ഫോൾഡർ വെക്കുന്നതും അതൊരു ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് സെപ്പറേറ്റ് ആണ്, പക്ഷെ അതിനെയും നമുക്ക് യൂസ് ചെയ്യാം. ചില കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്താൽ മതി. ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കോഗ്നിറ്റീവ് സ്കിൽസ് വരും, അതായത് ബുദ്ധിപരമായ കഴിവുകൾ, ഇമോഷണൽ സ്കിൽസ് വരും, ഫിസിക്കൽ സ്കിൽസ് വരും, അതുപോലെ കുട്ടി സ്ട്രോങ് ആയിട്ടുള്ള ഡൊമൈൻസ് വരും, ടീച്ചറിന്റെ അസസ്മെന്റുകൾ വരും, അതിനകത്ത് പാരന്റിന്റെ കമന്റ്സ് വരും, പിന്നെ ചൈൽഡ് തന്നെ നടത്തുന്ന സെൽഫ് അസസ്മെന്റ് വരും. ഇതൊരു മെയിൻ ടൂളാണ്, പാരന്റ് ടീച്ചർ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മെയിൻ ടൂളാണ്. ഇതിൽ മാത്രമല്ല കുട്ടികളുടെ 5 ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഗ്രോത്ത് സ്റ്റേജുകൾ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. നേരത്തെ പറഞ്ഞത് കോഗ്നിറ്റീവ്, ഇമോഷണൽ, ഫിസിക്കല് ഡൊമൈൻസും, അസസ്മെന്റ് ഡൊമൈൻ, അങ്ങനെ സൈക്കോമോട്ടോർ, അങ്ങനെ കുറെ ഡൊമൈൻസിനെ, സ്റ്റേജുകളെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു.